ശ്രീ ജിൻഡോ ജോൺ, അൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങണോ? അൻവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരോപണങ്ങൾ എന്തൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കണ്ടെയ്നറിൽ മീൻ കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ നോട്ടുകൾ കർണാടകയിൽ നിന്ന് ചാവക്കാടേക്ക് കൊണ്ടുവരുന്നു. വലിയ ആരോപണമായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരാതികളിൽ ഒന്ന്, ഞാൻ കൊടുത്തിട്ടുള്ള ആ ആരോപണം മര്യാദയ്ക്ക് അന്വേഷിച്ചില്ല. എം ആർ അജിത് കുമാർ അക്കാര്യത്തിൽ സതീശന് അനുകൂലമായ സമീപനം സ്വീകരിച്ചു, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ആ കേസ് വസ്തുതയില്ലാത്തതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളിലെ ആദ്യത്തെ ആക്ഷേപങ്ങളിലൊന്ന്. പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട RSSുമായിട്ട് ഡീലുണ്ടാക്കാൻ സതീശന് വേണ്ടി പോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചു. ഇങ്ങനെ എല്ലാം പറയുന്ന ഒരാളാണ് ശ്രീ PV അൻവർ. അതുകൊണ്ട് PV അൻവർ പറഞ്ഞതെല്ലാം അച്ചട്ടാണ് എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമുണ്ടോ? ഒരു രീതിയിലും ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ലല്ലോ അഭിലാഷേ. ഇവിടെ സ്വർണം പൊട്ടിക്കലും ആളെ കൊല്ലാൻ ഒത്താശ ചെയ്യുകയും അതുപോലെ സ്വർണ്ണക്കടത്തിന് മധ്യസ്ഥം നിൽക്കുന്നത് ADGP ആണെന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ PV അൻവറിന്റെ വാദത്തോടൊപ്പം നിന്നില്ല. കാരണം ഞങ്ങൾ അത് ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഉന്നയിച്ചത് കേരളത്തിലെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെയും യുവജന നേതാക്കന്മാരുടെയും MLA-മാരുടെയും ഒക്കെ ഫോൺ ചോർത്തൽ ഉണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കുന്നതിന് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട്. ചില ജില്ലകൾക്ക്, ചില ആളുകൾക്ക്, ചില മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തീവ്രവാദ ചാപ്പ കുത്തുന്ന പരിപാടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ട്. അതുപോലെ ഉള്ള കാര്യങ്ങൾ, ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ആഭ്യന്തര വകുപ്പ്, കൊള്ളയടിക്കുന്ന സംസ്ഥാന സർക്കാർ, ഇതൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണ. അത് അൻവർ പിന്നീട് അവർ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ട് പിന്നീട് വന്ന് ഉന്നയിക്കുമ്പോൾ അതിനെ പുറകെ പിടിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ വീണ്ടും ഒന്നുകൂടി എടുത്ത് പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി VD സതീശൻ 150 കോടി രൂപ മീൻ വണ്ടിയിൽ കടത്തി എന്ന് പറഞ്ഞ അൻവർ അതിന്റെ രേഖ ആഭ്യന്തര വകുപ്പിന് കൈമാറിയില്ല. അതിനെക്കുറിച്ചിട്ട് പിണറായി വിജയൻ അന്വേഷിച്ചുമില്ല. ഞങ്ങൾ പറയുന്നത് അത് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നല്ലേ, നിയമസഭയ്ക്ക് അകത്തല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അത് ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന്. പിന്നെ പുനർജനി തട്ടിപ്പ് കേസ് എന്ന് പറയുന്നു. പുനർജനി തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത് പറവൂരിലെ ജനങ്ങൾ ആലോചിക്കട്ടെ. കാരണം ഒരു സംസ്ഥാന സർക്കാർ പരാജയപ്പെടുമ്പോൾ കേവലം ഒരു MLA മാത്രമായിട്ടുള്ള ഒരു നേതാവ് ഒരു നിയോജക മണ്ഡലത്തിലെ മനുഷ്യർക്ക് ജീവിതമാർഗം നൽകുന്ന, കൈപിടിച്ചുയർത്തുന്ന ഒരു കാഴ്ചയാണ് പുനർജനി പദ്ധതി. അതിനെക്കുറിച്ച് പറവൂര് നിങ്ങൾ പ്രസംഗിക്കണമായിരുന്നു, CPM-ന്റെ നേതാക്കന്മാർ. അത് മറ്റൊരു വിഷയമാണ്, അവിടെ നിൽക്കട്ടെ. പക്ഷേ പുനർജനി കേസിൽ ED-യുടെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ADGP എം ആർ അജിത് കുമാർ VD സതീശന് വേണ്ടിയിട്ട് പറയട്ടെ മാഷേ. താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ. പറയട്ടെ. ഞാൻ ഇടപെടുന്നൊന്നുമില്ല, പറഞ്ഞേ ഉള്ളൂ. ശരി ശരി, സതീഷ് ഇന്ന് അൻവർ പറഞ്ഞത് ഇത് തന്നെയാണ്. ആഭ്യന്തര സകല രാജ്യത്തും പോയി ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയാണ് CPM എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ചാനൽ ചർച്ചയിൽ മറ്റു പ്രതിനിധികൾ സംസാരിക്കാൻ അനുവദിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ പോലെ ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട് മറ്റാളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ മുഖ്യമന്ത്രി തന്നെ എല്ലാ അഭിപ്രായം പറയുന്നത് പോലെ ചാനൽ ചർച്ചയിലും പറയില്ലേ. ഞങ്ങളും പറയട്ടെ എന്തെങ്കിലും, ഞങ്ങളുടെ ഭാഗം പറയട്ടെ. താങ്കൾ അത് കഴിയുമ്പോൾ അത് കൗണ്ടർ ചെയ്തോളൂ. പക്ഷേ ഈ ADGP എം ആർ അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് VD സതീശന് വേണ്ടിയിട്ടാണ് എന്നുള്ള വാദം അൻവർ പറയുന്നു. അത് തന്നെ നിങ്ങളും പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്തിനാ കസേരയിൽ ഇരിക്കുന്നത്? ഒരു കൽപ്രതിമ എടുത്തു വെച്ചുകൂടെ ആ കസേരയിൽ? നാണമില്ലേ ആ വാദത്തെ എൻഡോഴ്സ് ചെയ്യാൻ? ഇനി അത് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തിൽ അൻവർ പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? എന്തുകൊണ്ടാണ് ADGP എം ആർ അജിത് കുമാർ VD സതീശന് വേണ്ടിയിട്ടാണോ കണ്ടത് എന്ന് അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? നിങ്ങൾ VD സതീശനോട് നിങ്ങൾക്ക് പ്രത്യേക പ്രണയം വല്ലതുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങൾ 16 മാസക്കാലമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ കാര്യം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അടയിരുന്നത്? പിന്നെ സതീഷ് പറഞ്ഞൊരു കാര്യം, നിരവധി ആരോപണങ്ങൾ വരുന്നു, ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ നടപടി എടുക്കില്ല, ശരിയാണെങ്കിൽ നടപടി എടുക്കുമെന്ന്. തെറ്റാണോ ശരിയാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കണം സതീഷേ? അത് അന്വേഷിക്കണ്ടേ? അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ? 10-20 ദിവസക്കാലം കഴിഞ്ഞ് കുറ്റക്കാരനെന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന ലോക തമാശ കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയാ ആ ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന്. പിന്നെ നിങ്ങൾ പറയുന്നത് പാർട്ടിയിലെ സഖാക്കന്മാരുടെ പിന്തുണയുണ്ടെന്ന. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ അഭിലാഷേ, ഒറ്റ കാര്യം. CPM-ന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് 7,72,000 ഫോളോവേഴ്സ് ഉണ്ട്. പിണറായി വിജയന്റെ ഒരു പോസ്റ്റിന് ഇന്ന് വെറും 33 ലൈക്കാണ് ഈ സമയത്തുള്ളത്. MB ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ 220 ലൈക്കാണ്. വിജയരാഘവൻ അൻവറിനെ തള്ളിക്കൊണ്ട് നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 647 ലൈക്കാണ് ഇപ്പോഴുള്ളത്. പക്ഷെ PV അൻവറിന് 3,63,000 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ PV അൻവറിന് 53,000, 31,000, 21,000, 18,000 ലൈക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് CPM-ന്റെ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. കാരണം ലീഗുകാരോ കോൺഗ്രസ്സുകാരോ UDF-കാരോ മറ്റാ
ആരും അൻവറിന് ലൈക്ക് ചെയ്യാൻ പോകില്ല. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിക്കുന്ന അൻവറിന്റെ പോസ്റ്റിന്റെ കീഴെ പോയി ലൈക്ക് ചെയ്യുന്നത് ഞങ്ങളല്ല, അത് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിക്കാത്ത പിണറായി വിജയന്റെ തിട്ടൂരത്തിന് മുമ്പിൽ ചങ്ങലക്കിട്ട കാലുമായിട്ട് സഞ്ചരിക്കുന്ന എം വി ഗോവിന്ദന്റെ പാർട്ടിയിലെ സഖാക്കന്മാരാണ് അൻവറിന് പോയി ലൈക്ക് ചെയ്യുന്നത്. തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. ശരി, ഓക്കെ.